He was buried and he was risen from the dead on the third day. താൻ മരിച്ചു, അടക്കപ്പെട്ടു, എന്നാൽ മൂന്നാം നാൾ താൻ ഉയർത്തെഴുന്നേറ്റു. And he was ascended to heaven. സ്വർഗ്ഗത്തിലേക്ക് താൻ കയറി ചെന്നു. Jesus said, I am going to prepare mansions for you. കർത്താവ് പോയിരിക്കുന്നത് നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ വേണ്ടിയാണ്. Once I prepare, I will come back and take you to be where I am. ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ ക്രിസ്തു മടങ്ങി വന്ന് നമ്മയും ആ ഭവനത്തിലേക്ക് എത്തിച്ചേർക്കും. Jesus said, I will come back. ആ ക്രിസ്തു നമുക്ക് വേണ്ടി മടങ്ങി വരുവാൻ പോകുന്നു. The Lord is going to come back. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മടങ്ങി വരുവാൻ Let us പോകുന്നു. be prepared for his coming. നമുക്ക് അതിനു വേണ്ടി ഒരുങ്ങാം. As we hear the word of God tonight, നാം ഇന്ന് ദൈവവചനം കേൾക്കുവാൻ ഇടയാകുമ്പോൾ, the servant of God is going to speak. പ്രിയ ദൈവദാസന വചനം നമ്മോട് പറയുമ്പോൾ, I pray that let the Lord enable us to be prepared for his coming. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു ആ വചനം നമ്മുടെ ആ കർത്താവിന്റെ രാജ്യത്തിലേക്ക് ഒരുക്കുമാറാകട്ടെ. And Jesus is going to come back soon. നമുക്ക് വേണ്ടി കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നു. Those who believe that the Lord is going to come back soon, let us clap our hands and worship the Lord. അത് വിശ്വസിക്കുന്നവർ ആ രണ്ട് കരങ്ങളെ അടിച്ച് അല്പനേരം കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. God, hallelujah. He is worthy to be praised. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. And throughout this convention until Sunday, ഈ കൺവെൻഷൻ തീരുന്നത് വരെ, ഞായറാഴ്ച കഴിയും വരെ, we are going to get prepared for the coming of our Lord. നാം നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങുന്നു. As we hear the word of God, നാം ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ may the Lord touch our hearts. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തൊടുമാറാകട്ടെ. If anybody is here so far not accepted Jesus, maybe let this night be a day of accepting Jesus as that person's life. ഇന്ന് ഇവിടെ കടന്നു വന്നാൽ ആരെങ്കിലും യേശുവിനെ തന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്നത്തെ വചന കേൾവിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി യേശുവിനെ സ്വീകരിക്കാൻ ഇടയാകട്ടെ. If anybody is sick, those who are here, those who are already here and those who listen us through live, I pray that the Lord may touch you and heal you. ഇന്ന് ഇവിടെ ആയിരിക്കുന്നതിലോ ലൈവിൽ കേൾക്കുന്നതിലോ ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ തൊടുമാറാകട്ടെ. If you are going through any problem, as I said earlier, Jesus Christ is the answer. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യേശുവാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഉത്തരം. May the Lord touch us. ഈ ദൈവം നമ്മെ ഇന്ന് തൊടുമാറാകട്ടെ. May the Lord send us with his blessing tonight. ഈ ദൈവം തന്റെ അനുഗ്രഹങ്ങളെ നമ്മളുടെ മേൽ ചൊരിയുമാറാകട്ടെ. I pray that Kottarakara Hebron Convention be a great blessing for people around us and those who watch us through live. അതോടൊപ്പം ഈ കൊട്ടാരക്കരയിലേക്ക് നടക്കുന്ന ഈ ഹെബ്രോൺ കൺവെൻഷൻ നമ്മുടെ ചുറ്റുമുള്ള സകലർക്കും ഈ ലൈവിൽ കൂടെ കേൾക്കുന്ന എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമാണ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Above all, I pray that the name of the Lord be exalted above every name. അതിലെല്ലാം ഉപരിയായി ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ഈ കൺവെൻഷനിൽ എല്ലാം കൂടെ യേശുവിന്റെ നാമം സകലത്തിനും മീതെ ഉയർത്തപ്പെടുമാറാകട്ടെ. Shall we raise our hands and say hallelujah? കരങ്ങൾ ഉയർത്തി നമുക്ക് ഹല്ലേലൂയ പറയാമോ? Hallelujah! Hallelujah! Let's all stand up one moment. നമുക്ക് എല്ലാവർക്കും ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. I'm going to pray. ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. Heavenly Father, we come to the throne of grace. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ കൃപയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. Lord, we thank you so much for blessing us tonight with your presence. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. Lord, we want to honor you. We want to worship you